ഹായ് എവ്രിവൺ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റമൊജോ പേജിലൂടെ എൻ്റെ ഒരു ഹോബി ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് ഇൻസ്പിറേഷൻ ആവുമെന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല, ഞാനിതൊരു വലിയ ഫിഗർ ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊന്നുമല്ല ഈ വീഡിയോ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്കും ചെയ്യാം, ഞാൻ എങ്ങനെ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. 2018 സമയത്ത് ഞാൻ ഒരു ഇൻസ്റ്റമൊജോ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പറ്റുക. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സും സെല്ല് ചെയ്യാം, ഫിസിക്കൽ പ്രൊഡക്ട്സും സെല്ല് ചെയ്യാം. ഫിസിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ടച്ചും ഫീലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രൊഡക്ട്സിനെയാണ്. ഇനി ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫയൽ രൂപത്തിലുള്ള കമ്പ്യൂട്ടർ മുഖേന നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ മുഖേന നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ അങ്ങനെ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു ഫോട്ടോഷോപ്പിൻ്റെ ഫയല് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ അത് സെല്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. ഇനി ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റേഷനറി പ്രൊഡക്റ്റ്, ഒരു ബുക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് തൊടാനും ആളുകൾക്ക് അത് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഫിസിക്കൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഇല്ല ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ ഫോക്കസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. നമുക്ക് ഏത് പ്രൊഡക്റ്റും ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന രീതിയിൽ, അതായത് ഞാനും കസ്റ്റമർ മാത്രം, അതിന് ഇടയ്ക്ക് ഇടനിലക്കാരും ഇല്ല, അങ്ങനത്തെ രീതിയിൽ ഡയറക്റ്റായിട്ടും സെല് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഇടനിലക്കാർ മുഖേന നമ്മുടെ പ്രൊഡക്ട്സ് എൻ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന രീതിയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൽക്കാം. ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഓൺലൈൻ സ്റ്റോർ, ഇൻസ്റ്റമൊജോയിൽ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുഖേനയാണ് പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് പ്രൊഡക്റ്റാണ് വിറ്റത് എന്നുള്ളത് പറയാം. ഞാൻ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആണ് വിൽക്കുന്നത്. അപ്പോൾ അതിൽ കോസ്മെറ്റിക്കിൽ ഒരു ഐറ്റം, അതൊരു സ്കിൻ കെയർ ക്രീമാണ്. അതാണ് ഞാൻ ആദ്യം ഒരു വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്റ്റമൊജോയിലൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുഖേന സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റമൊജോയ്ക്ക് പേയ്മെൻ്റ് ആയിട്ട് വരുന്നില്ല. അതായത് ലിസ്റ്റിംഗ് ഫീ അങ്ങനെയുള്ള ഫീസുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല, റെഫറൽ ഫീ ഒന്നും വരുന്നില്ല. ജസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റമൊജോ എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അവർ അതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ആ ഒരു ഫേസിൽ കൊടുത്തിരുന്നതാണ് ഒരു സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ ലിങ്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്താൽ അവർക്കത് ഓർഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു സർവീസ് ഉപയോഗിക്കുന്നതിന് ഒരു ചെറിയൊരു പെർസെൻറ്റ്, അതൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എത്ര, എനിക്ക് കറക്റ്റ് ആ ഒരു ഫിഗർ ഇപ്പോൾ ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഒരു നിയർലി ഒരു 2% താഴെ എന്തോ ആണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഞാൻ ഇനീഷ്യലി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാനൊരു 2000 രൂപയ്ക്ക് അടുത്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹോബി എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്ന ഒരു സംഗതിക്കായിട്ട്. അതും ഈ 2000 രൂപ എനിക്ക് സ്റ്റോർ ക്രിയേഷൻ ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു ടെക്നിക്കൽ സൈഡിന് വേണ്ടിയിട്ടും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല, GST പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ, ഇൻസ്റ്റമൊജോയിൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അന്ന് നമുക്ക് GST കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നിർബന്ധം ഉണ്ടെന്ന്, ഉറപ്പില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റമൊജോയിൽ നിങ്ങൾ സ്റ്റോർ തുടങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ മേ ബി നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് നല്ലോണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് കാൻഡിൽ മേക്കിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും, പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ആ ഒരു ഫേസിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആരും ഇതൊന്നും പഠിച്ചിട്ട് വരുന്നില്ല. എല്ലാവരും ഇവിടെ എത്തി ഒരു താല്പര്യത്തിൻ്റെ മുകളിൽ എങ്ങനെയെങ്കിലും അതിൻ്റെ റിസോഴ്സസ് കണ്ടെത്തിയിട്ട് അതിൻ്റെ കോഴ്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെങ്കിലും താഴെ പോയി പഠിച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു താല്പര്യമുള്ളൊരു മേഖല എന്താണെന്നുള്ളത് ആദ്യം കണ്ടെത്തുക, എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് എഫേർട്ട് റെഡി ആയിട്ട് വരുന്നത്. കാരണം
ഇഷ്ടം പോലെ വെബ്സൈറ്റ്സ്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കോണ്ടന്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന് നിങ്ങൾ നല്ല കോണ്ടന്റ് കണ്ടെത്തിയിട്ട് അതിനകത്ത് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു വില്ലിങ്നെസ് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു സെറ്റ് ഓഫ് വീഡിയോസ്, അതായത് ക്വാളിറ്റി ഉണ്ടെന്ന് വെർത്ത് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് വീഡിയോസ് ഒരു പ്ലേലിസ്റ്റിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് നമ്മളൊരു ഡെയിലി ഇത്ര മണിക്കൂർ എന്ന് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി ആ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയോട് ഇനിയും താല്പര്യമുണ്ട്, ഇനിയും കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസിലേക്ക് പോകാം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് ആ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏതൊരു കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതിന് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയും കൂടെ വേണ്ടേ. അതിനായിട്ടുള്ളൊരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടെ വേണം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു വില്ലിങ്നെസ് കാണിക്കുക എന്നുള്ളതാണ് മെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് 1 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇനീഷ്യലി തുടങ്ങാം. അതിനുശേഷം കസ്റ്റമറിൻ്റെ ബിഹേവിയറും കസ്റ്റമറിൻ്റെ ഒരു റെസ്പോൺസൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ ആ ഒരു പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതിന് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള മറ്റ് പ്രൊഡക്ട്സോ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്ത് വർക്കാവുന്നോ അതിനെ ഡിപ്പെൻസ് ആണ്. മാത്രമല്ല മേ ബി നിങ്ങൾക്ക് ഓൾറെഡി പ്രൊഡക്ട്സ് ഉണ്ടാവും, കയ്യിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഓഫർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും ഡിസ്പ്ലേ ചെയ്തിട്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുന്നു അങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിലവിലിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് തുടങ്ങാനായുള്ള സ്കോപ്പ് ഉള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് അത്രയും എമൗണ്ട് ഉള്ളൂ, നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, അത്രയും കാര്യങ്ങൾ എഫേർട്ട് ഇട്ടാൽ മതി. ഒരാളും വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണോ ഹെൽപ്പ് ആവാന്ന് വെച്ചാൽ അത്രയും നമ്പർ ഓഫ് പ്രൊഡക്ട്സ് മാത്രം നിങ്ങൾ എടുക്കുക ഇനീഷ്യലി. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇൻസ്റ്റമജോൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലിപ്പോൾ GST ചോദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ GST ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പിന്നീട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അതിനകത്തേക്ക് എങ്ങനെ ട്രാഫിക് വരുത്തും, അതായത് ആളുകൾ എങ്ങനെ ഇതിനെപ്പറ്റി അറിയുന്നു, ആളുകൾ എങ്ങനെ നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് തുടങ്ങിയാലുള്ള കാര്യവും. കാരണം വെബ്സൈറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഓക്കെ, എല്ലാ പേജസും കംപ്ലീറ്റ്ലി നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെ ചെയ്തു, നമ്മളത് അവിടെ ഇങ്ങനെ വെച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ആളുകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് പിന്നീട് നടക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ട്രാഫിക് ഉണ്ടാവുള്ളൂ, സെയിൽസ് ഉണ്ടാവുള്ളൂ, ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്റ്റോർ ആളുകളിലേക്ക് എത്തി എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 2018 ആ ഒരു സമയത്താണ് ഞാനിത് ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് തുടങ്ങുന്നത്. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന പോലെ നല്ല പോലെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും അതിനകത്ത് ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇതൊരു ഫാക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിനകത്ത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒബ്വിയസ്ലി ഞാൻ ആഡ് ചെയ്തു. ഡെയിലി എന്ന് പറയുന്ന പോലെ പബ്ലിഷ് ചെയ്യുകയൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ മാത്രം ഒരു പോസ്റ്റ് ഇടും. റീൽസ്, വീഡിയോസ്, സംഗതികളൊക്കെ അപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം അതുപോലെ ബ്ലോഗിംഗ് ഒക്കെ കുറച്ചുകൂടി പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയമായിരുന്നല്ലോ. പിന്നെ മാത്രമല്ല യൂട്യൂബിൽ കോണ്ടന്റ് മേക്കേഴ്സും അതുപോലെ ഇൻഫ്ലുവൻസിങ് ഒക്കെ തുടങ്ങിയിട്ടുള്ളതാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തിരുന്നു. ഇൻഫ്ലുവൻസേഴ്സിന് പ്രൊഡക്ട്സ് അയച്ചിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കാര്യമായ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിന് എന്നുള്ളത് മെയിനായിട്ട് ഒരാളെ മാത്രമേ അങ്ങനെ പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുട്ടി കുട്ടി മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണ് പ്രൊഡക്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അന്ന് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നമുക്ക് എന്ന് പറയാം. കാരണം നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ജസ്റ്റ് പ്രൊഡക്ട്സിന് അവർ റിട്ടേൺ ആയിട്ട് അതിൻ്റെ റിവ്യൂ, നമുക്ക് പോസിറ്റീവ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ അവർ തരികയാണ് ചെയ്യാം. അവരുടെ ഫോളോവേഴ്സിന് അത് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഗതി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5 ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെ എത്രയെങ്കിലും പേര് മാത്രമേ ഇൻഫ്ലുവൻസേഴ്സായിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളൂ, കൊളാബ് ചെയ്തിട്ട്.
അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇൻസ്റ്റഗ്രാം അൽഗോരിതം ബേസിക്കലി എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ ഒരു സംഗതിയിലൂടെ മാത്രമാണ്. ഇൻസ്റ്റഗ്രാം അല്ലാതെ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം മാത്രം. അതും എൻ്റെ നമ്പർ ഓഫ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ബിലോ 300 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഒരു ട്രാഫിക് ഈ ഒരു പേജിലേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റമോജോ സ്റ്റോഴ്സ് ഉണ്ടല്ലോ, അതിന് ഗൂഗിളിൽ റാങ്കിങ് ലഭിച്ചിരുന്നു. അത് ഒരു ഫാക്റ്റാണ്. നമ്മളിപ്പം ഗൂഗിളിൽ ആരെങ്കിലും പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് വിസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ പ്രൊഡക്റ്റിന് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റമോജോ പേജോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കീവേഡ്സ്, ആളുകൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്, ഞാൻ എന്താണ് മാർക്കറ്റിങ്ങിന് ചെയ്തത് എന്നുള്ളത്. മാർക്കറ്റിംഗ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഞാൻ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗൂഗിളിൽ നിന്ന് എനിക്ക് ട്രാഫിക് കിട്ടുന്നതുണ്ട്. ഈ ഒരു 2 സംഗതികൾ മാത്രം. ഇതിനപ്പുറത്തേക്ക് ആഡ്സ് ഇടാനോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആഡ്സ് ഇടാനോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഐറ്റംസും ഞാൻ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ഇൻസ്റ്റാമോജോയിൽ ഈ ഒരു പേജ് തുടങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാം വഴി സെല്ലിങ് ചെയ്യുന്നത് തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്ക് അതിൻ്റെ മാർക്കറ്റ് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പരിപാടി നിർത്തി. അതിനുശേഷം നിർത്തി മീൻസ് കംപ്ലീറ്റ്ലി അത് ടേൺ ഓഫ് ചെയ്യുക എന്നുള്ളതല്ല, ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സിലേക്ക് മാറ്റി. നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് സെല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല രീതിക്കുള്ള ഒരു മാർക്കറ്റിംഗ് എഫേർട്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്താലാണ് നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് മുഖേന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വെബ്സൈറ്റ്സിന് ഓൾറെഡി അത്യാവശ്യം കസ്റ്റമർ ബേസ് ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ സെർച്ച് കീവേഡ്സ് ഇന്നത് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നവർക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വിസിബിൾ ആവുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതിന് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് മാർക്കറ്റിങ്ങിനായിട്ട് ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഞാനൊരു പെർട്ടിക്കുലർലി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് വെക്കുക, അതിനായിട്ട് ആഡ്സും കാര്യങ്ങളും ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക, അതിനേക്കാളൊക്കെ എനിക്ക് ആ ഒരു സമയത്തും പ്രത്യേകിച്ച് എളുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിന് കമ്മീഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കസ്റ്റമർ ബേസിലേക്കുള്ള ഒരു ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചത്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ എത്രയാണ് ഞാൻ ഏൺ ചെയ്തത് എന്നുള്ളത് കാണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ ഏൺ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത് ഞാൻ യാതൊരു വിധത്തിലുള്ള എഫേർട്സും ഇടാതെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ ഞാൻ പ്രൗഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എഫേർട്ടും ഇടാതെ കിട്ടിയിട്ടുള്ള നാച്ചുറലി വന്നിട്ടുള്ള ഒരു എമൗണ്ടാണത്. അപ്പോൾ ഇനി ഞാൻ എത്ര ഏൺ ചെയ്തു എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2018 ഇത് തുടങ്ങുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കാം 2024 വരെയുള്ള എൻ്റെ ഇൻകം എത്രയാണ്, എൻ്റെ റവന്യൂ എത്രയാണ് ഈ ഒരു പേജിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതായിരിക്കാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാണാനായിട്ട്. പക്ഷെ അങ്ങനെയല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഓൾറെഡി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഹൈലൈറ്റ് കൊടുക്കാത്ത രീതിയിൽ. കാരണം എൻ്റെ മെയിൻ ഫോക്കസ് നമ്മുടെ ഓൺ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരിക എന്നുള്ളതും നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലൂടെ ആളുകൾ പ്രൊഡക്ട്സ് വാങ്ങുക എന്നുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ഇയേഴ്സിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് കാണാം. പക്ഷേ ഞാനിതിനകത്ത് ഒരു എഫേർട്ടും ഇട്ടിട്ടില്ല. മാത്രമല്ല ഇൻസ്റ്റമോജോയിൽ ഇപ്പം നിലവിൽ പേജസിൻ്റെ ട്രാഫിക് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കീവേഡ്സിനെ സംബന്ധിച്ചിട്ടായിരിക്കാം അത്.
പക്ഷേ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സും അധികമായിട്ടുണ്ട്, ഒത്തിരി അധികമായിട്ടുണ്ട്. ഇനീഷ്യലി എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഒന്നും എനിക്ക് തോന്നുന്നു 1-2 കോമ്പറ്റീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പേജിൻ്റെ വിസിബിലിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രാഫിക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ ഒരു പേജിന് ലഭിക്കുന്നുള്ളൂ. മാത്രമല്ല ഇപ്പോൾ അന്നത്തെ പോലെയല്ല, ഇൻസ്റ്റമോജോ പേജിൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബേസിക് ഇൻസ്റ്റമോജോ സ്റ്റോറിൽ നിന്ന് മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് അവരുടെ പെയ്ഡ് ഓപ്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം പ്ലാൻസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള വെബ്സൈറ്റും കൂടുതൽ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പം നിലവിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഈ പ്രീമിയം പ്ലാൻസ് ഒന്നും എടുത്തിട്ടില്ല, കസ്റ്റം ഡൊമൈനിലേക്ക് സെറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല 2018 തന്നെയാണ് ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റവന്യൂ എത്ര ഉണ്ടായി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻസ്റ്റമോജോയിൽ ഞാൻ എൻ്റെ പേയ്മെൻറ്റ്സ് പേജിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പല പല ഫിഗേഴ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ട്രാൻസാക്ഷൻസിൻ്റെ എമൗണ്ട് ആണല്ലോ. ഞാൻ ഇനീഷ്യലി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവഞ്ച്വലി കുറച്ചുകൂടി പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഒബ്വിയസ്ലി ആളുകൾ അവരുടെ കാർട്ടിലേക്ക് എത്ര പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഡിപ്പെൻസ് ആണല്ലോ അവരുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് വരിക. അപ്പോൾ അങ്ങനെയാണ് ഈ എമൗണ്ടിൽ വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ മാത്രമല്ല പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഇനീഷ്യലി ഞാൻ എത്രയ്ക്കാണോ വിറ്റുണ്ടായിരുന്നത് അതല്ല, പിന്നെ ഞാൻ ഓരോ ടൈമിലും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് 2018 തന്നെ പല റേറ്റ്സിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് 100 ട്രാൻസാക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു പീരീഡിൽ നടന്നിട്ടുള്ളത്. അതിനകത്ത് നിന്ന് നിയർലി 55,000 ആണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റമോജോ സ്റ്റോറിലൂടെ ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് വിൽക്കാം. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സിമിലർ സ്റ്റോർ തുടങ്ങാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻസ്റ്റമോജോയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് അവരുടെ ഫോർമാലിറ്റീസ് എന്നുള്ളത് നോക്കാം. നമ്മുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇൻസ്റ്റമോജോ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും എങ്ങനെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും ഉള്ള വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GST രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് ഫൈനലായിട്ട് നിങ്ങളത് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. മേ ബി നിങ്ങൾക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട രീതിയിലാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സ്റ്റോർ ആക്റ്റീവ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു 2-3 ദിവസമോ അല്ലെങ്കിൽ 1 വീക്കൊക്കെ അവരുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിനായിട്ട് എടുക്കാറുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റ്സും ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അവർ ഇൻസ്റ്റമോജോ സ്റ്റോർ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, എന്താണ് നിങ്ങൾക്ക് വർക്കാവുക എന്നുള്ളത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്ത് ടൈപ്പ് പ്രൊഡക്ട്സ് വിൽക്കുന്നതാണ് ആദ്യം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആവുക എന്നുള്ളത് നോക്കുക. അതിനുശേഷം ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ഓഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് നോക്കാം. അതിനുശേഷം അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്റ്റോർ വെച്ചിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫൈനലായിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റമോജോ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയതിനേക്കാൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളതിന് പറ്റിയിട്ടുള്ളൊരു ആൻസർ കൊടുക്കണം എന്ന് തോന്നി. കാരണം നിങ്ങൾക്കും അത് മേ ബി ഹെൽപ്ഫുൾ ആവുമായിരിക്കും. സോ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ഫോക്കസ് ഈ ഒരു സ്റ്റോർ തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ മെയിനായിട്ട് ചെയ്യുക മാർക്കറ്റിംഗ് ഞാൻ ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ്. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെയും ഞാൻ ഈ ഒരു സ്റ്റോറിക്ക് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റമോജോ പേജിൽ നമ്മളൊരു ലിങ്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ലിങ്കായിട്ട് ഞാൻ ഈ ഒരു ഇൻസ്റ്റമോജോ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുത്തിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം വിസിറ്റേഴ്സ്, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് വിസിറ്റേഴ്സ് എൻ്റെ ഈ ഒരു ഇൻസ്റ്റമോജോ പേജിലേക്ക് വന്നിരുന്നത്, റീഡയറക്റ്റ് ചെയ്ത് പോന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി റീൽസിൽ ഫോക്കസ് ചെയ്യും, കണ്ടന്റിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അധികവും മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുക. പിന്നെ എനിക്ക് മേ ബി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ റവന്യൂവിൽ നിന്ന്, അതായത് ഇൻസ്റ്റമോജോ പേജിൽ നിന്ന് എനിക്ക് എത്ര സെയിൽസ് ഉണ്ടായി ആ ഒരു റവന്യൂവിൽ നിന്ന് നിശ്ചിത ഒരു ഇത്ര % എല്ലാ മന്തും
അഡ്വർടൈസിങ് അല്ലെങ്കിൽ സ്പോൺസേർഡ് ആഡ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതിപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാത്തിലും ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യും. ഇപ്പം നിലവിലത്തെ കണ്ടീഷനിൽ ഇൻസ്റ്റഗ്രാം മാത്രം നോക്കുക എന്നൊരു നിലപാട് ഞാൻ എടുക്കാനുള്ള ചാൻസ് കുറവാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും ഒരേപോലെ തന്നെ കോണ്ടന്റ് ഇട്ടിട്ട് ഒന്ന് പേജ് ബൂസ്റ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ ഒരു സ്റ്റോറിക്കുള്ള പുറത്തുനിന്നുള്ള ആഡ്സും കൂടെ ചെയ്തിട്ട് ഒരു ട്രാഫിക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒബ്വിയസ്ലി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ അവർക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കാര്യമായിട്ട് തന്നെ പേ ചെയ്യണം. അപ്പോൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് മുഖേന പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയ പേജസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക. പിന്നെ അതിന് ശേഷം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുക, സ്പോൺസേർഡ് ആഡ്സ് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലോങ് ആയിട്ടുണ്ട്, പക്ഷേ അത് വേർത്താണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക.